+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 1 സെറ്റ്സ് പാർട്ട് 3. സബ്സെറ്റ്. എന്താണ് സബ്സെറ്റ്? രണ്ട് സെറ്റുകൾ എടുക്കുക, സെറ്റ് എയും സെറ്റ് ബിയും. സെറ്റ് എയിലുള്ള എല്ലാ എലമെൻസും സെറ്റ് ബിയിലുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് എ സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. ഈ രണ്ട് സെറ്റിലും തുല്യ എലമെൻസ് ആണ്. അതായത് സെറ്റ് എയിലുള്ള എലമെൻസ് സെറ്റ് ബിയിലുമുണ്ട്, സെറ്റ് ബിയിലുള്ള എലമെൻസ് സെറ്റ് എയിലുമുണ്ടെങ്കിൽ സെറ്റ് എയും സെറ്റ് ബിയും ഈക്വൽ സെറ്റ്സ് ആണെന്ന് പറയാം. എ ബിയുടെ സബ്സെറ്റ് ആണെന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സിമ്പിൾ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളാം. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണ്. അതുപോലെ തന്നെ 56ൻ്റെ ഡിവൈസേഴ്സിൻ്റെ സെറ്റ്, 56നെ ഭാഗിക്കാൻ പറ്റുന്ന നമ്പേഴ്സ്, ആ സെറ്റിൻ്റെ സബ്സെറ്റാണ്. 56ൻ്റെ പ്രൈം ഡിവൈസേഴ്സിൻ്റെ സെറ്റ്. മറ്റേത് എല്ലാ ഡിവൈസേഴ്സും വരും, ഇതിൽ പ്രൈം ഡിവൈസേഴ്സ് മാത്രമേ വരുള്ളൂ. അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ ഈക്വൽ 135, ബി ഈക്വൽ ദ സെറ്റ് ഓഫ് ആൾ എച്ച് സച്ച് ദാറ്റ് എച്ച് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. എ 1, 3, 5 ആണെങ്കിൽ മറ്റത് 6ന് താഴെയുള്ള ഓഡ് നാച്ചുറൽ നമ്പർ, അപ്പം അതും 1, 3, 5 തന്നെ. ഇവിടെ എ ബിയുടെ സബ്സെറ്റാണ്. അതുമാത്രമല്ല എയിലും ബിയിലുള്ള എലമെൻറ്റ്സ് ഈക്വലാണ്. ബി എയുടെയും സബ്സെറ്റ് ആയിട്ട് വരും, ഹെൻസ് എ ഈക്വൽ ബി. അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സെറ്റ് എ ഇ ഐ ഒ യു, സെറ്റ് ബി എ ബി സി ഡി. ഇവിടെ രണ്ടിലും ഡിഫറെൻ്റ് എലമെൻ്റ് ആണ്, അതുകൊണ്ട് എ ബിയുടെ സബ്സെറ്റ് അല്ല, ബി എയുടെ സബ്സെറ്റും ഇല്ല. ലെറ്റ് എ ആൻഡ് ബി ടു സെറ്റ്സ് ഇഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി, ദെൻ എ ഈസ് കാൾഡ് എ പ്രോപ്പർ സബ്സെറ്റ്. അതായത് എ ബിയുടെ സബ്സെറ്റാണ്, അതായത് എയിലുള്ള എല്ലാ എലമെൻസും ബിയിലുണ്ട്. പക്ഷേ എയും ബിയും ഈക്വൽ സെറ്റ് അല്ല. അതായത് ബിയിൽ കൂടുതൽ എലമെൻസ് ഉണ്ട്. എയിലുള്ള എലമെൻസ് ഉണ്ടെങ്കിലും അതിനേക്കാൾ എയെക്കാട്ടിയും കൂടുതൽ എലമെൻസ് ബിയിലുണ്ട്. എ നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിൽ എയെ നമുക്ക് ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ ബി എയുടെ സൂപ്പർ സെറ്റ് ആണെന്ന് പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് എല്ലാം റിയൽ നമ്പേഴ്സിൽ ഉൾപ്പെടുമെങ്കിലും റിയൽ നമ്പേഴ്സിലുള്ള എല്ലാ കാര്യവും റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റിൻ്റെ അകത്ത് വരില്ല. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ ഈക്വൽ സെറ്റ് 1, 2, 3 ഇസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി ഈക്വൽ സെറ്റ് 1, 2, 3, 4. ഇവിടെ എ ബിയുടെ സബ്സെറ്റാണ്, പക്ഷേ എ ബിക്ക് ഈക്വൽ ഇല്ല, കാരണം ബിയിൽ 4 എന്നൊരു എലമെൻ്റ് ഉണ്ട്, എക്സ്ട്രാ എലമെൻ്റ് ഉണ്ട്. ഇഫ് a set A has only one element, we call it a singleton set. സെറ്റ് എയിൽ ഒരേ ഒരു എലമെൻ്റേ ഉള്ളെങ്കിൽ, ഒരേ ഒരു എലമെൻ്റ് ഉള്ള സെറ്റിനെ നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് വിളിക്കും. അടുത്ത് നമുക്ക് എക്സാമ്പിൾ 11 ഒന്ന് നോക്കാം. എക്സാമ്പിൾ 11 പറയുന്നുണ്ട് ലെറ്റ് എ ബി സി ബി 3 സെറ്റ്സ്. എയും ബിയും സിയും 3 സെറ്റുകളാണ്. എയിലുള്ള എ ബിലോങ്സ് ടു ബി, അതായത് എയിലുള്ള എല്ലാ എലമെൻസും ബിയിലുണ്ട്. ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി, ബി സിയിലെ ഒരു സബ്സെറ്റാണ്. എങ്കിൽ എ സിയുടെ ഒരു സബ്സെറ്റ് ആവോ എന്നാണ് ചോദ്യം. എ ബിലോങ്സ് ടു ബി, എ ബിയിലുണ്ട്, ബി സിയുടെ ഒരു സബ്സെറ്റാണ്, എങ്കിൽ എ സിയുടെ സബ്സെറ്റ് ആവോ എന്നാണ് ചോദ്യം. ഇപ്പം എ ഈക്വൽ സെറ്റ് 1 എന്ന് എടുക്കുക, ബി ഈക്വൽ സെറ്റ്, അതിൻ്റെ അകത്തൊരു സെറ്റ് 1, 2. ഇപ്പം ബിക്കകത്ത് 2 എലമെൻറ്റ്സ് ഉണ്ട്, അതിൽ ഒരു എലമെൻ്റ് ആയിട്ടാണ് സെറ്റ് 1 കിടക്കുന്നത്. അപ്പോൾ എ ബിലോങ്സ് ടു ബി, സെറ്റ് എ ബിലോങ്സ് ടു ബി എന്ന് നമുക്ക് പറയാം. സെറ്റ് കാരണം ബിയുടെ അകത്തൊരു എലമെൻ്റ് ആയിട്ട് തന്നെ സെറ്റ് 1 ഉണ്ട്. അടുത്ത് സി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ സെറ്റിൻ്റെ അകത്ത് 3 എലമെൻറ്റ്സ് ഉണ്ട്, അതിൽ ഒരു എലമെൻറ്റ് സെറ്റ് 1. അപ്പം ബി സിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം, കാരണം ബിക്കകത്ത് ഉള്ള എലമെൻറ്റ്സ് എല്ലാം സിയിലുണ്ട്. പക്ഷേ എ സിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം സെറ്റ് എക്കകത്തുള്ള എലമെൻറ്റ് 1 ആണ്. ഈ സിക്കകത്ത് 1 എന്നൊരു എലമെൻ്റ് ഇല്ല, സെറ്റ് 1 എന്ന എലമെൻ്റാണുള്ള, വെറും 1 എന്ന എലമെൻ്റ് ഇല്ല. അപ്പം വെറും 1 എന്നൊരു എലമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എ സിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം, കാരണം എക്കകത്തുള്ള സെറ്റ് എക്കകത്തുള്ള എലമെൻറ്റ് 1 ആണ്. എ ബിലോങ്സ് ടു ബി വരാൻ കാരണം ബിക്കകത്ത് എലമെൻ്റായിട്ട്, അതിൽ സെറ്റ് ബിക്കകത്ത് അതിലെ ഒരു എലമെൻ്റായിട്ട്
സെറ്റ് 1 ഉണ്ട്. അതുകൊണ്ടാണ് എ ബിലോങ്സ് ടു ബി കറക്റ്റായത്. പക്ഷേ എ സിയുടെ സബ്സെറ്റ് ആവാത്തതിന് കാരണം സിയിൽ 1 എന്നൊരു എലമെൻ്റ് ഇല്ല, സെറ്റ് 1 എന്നൊരു എലമെൻ്റാണ്. നമുക്ക് വേണമെങ്കിൽ എ ബിലോങ്സ് ടു സി എന്ന് പറയാം, കാരണം സിക്കകത്ത് സെറ്റ് 1 എന്നൊരു എലമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് എ ബിലോങ്സ് ടു സി എന്ന് പറയാം. പക്ഷേ സബ്സെറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അടുത്ത് ഇൻ്റർവെൽസ് ഇൻ സെറ്റ്സ്, ഓപ്പൺ ഇൻ്റർവെൽസ്. എ ഈക്വൽ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഇവിടെ ഫസ്റ്റ് എയും വരില്ല ബിയും വരില്ല, ഇതിൻ്റെ ഇടയ്ക്കുള്ള എലമെൻസേ വരുള്ളൂ. ബിഗിനിങ് ലിമിറ്റായി എയും എൻഡിങ് ലിമിറ്റായി ബിയും വരില്ല, അതിൻ്റെ ഇടയ്ക്കുള്ള എലമെൻസേ വരുള്ളൂ. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു ബ്രേസസിൻ്റെ അകത്താണ്. ഇതിനെ ലൈൻസിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ രണ്ട് എൻഡിലുള്ള ആ ഒരു സർക്കിള് എം ടി ആയിരിക്കും. അടുത്ത ക്ലോസ് ദ ഇൻ്റർവെൽ ബി ഈക്വൽ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇവിടെ ബോത്ത് എയും ബിയും വരും. ബിഗിനിങ് ലിമിറ്റിലുള്ള എയും എൻഡിങ് ലിമിറ്റിലുള്ള ബിയും വരും, ഇടയ്ക്കുള്ള എലമെൻസും വരും. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ബ്രേസസ് ഉപയോഗിച്ചാണ്. പിന്നെ ഇതിനെ ലൈൻസിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ രണ്ട് സർക്കിൾസിൻ്റെ അകത്ത് നമ്മൾ രണ്ട് സർക്കിൾസും ഷെയ്ഡ് ചെയ്യും. അടുത്ത് ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽസ്. സി ഈക്വൽ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇവിടെ എ വരത്തില്ല, പക്ഷേ ബി വരും. ബിഗിനിങ് ലിമിറ്റായ എ വരത്തില്ല, എൻഡിങ് ലിമിറ്റായ ബി വരും. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ലൈൻസിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എ വരാത്തത് കൊണ്ട് എയുടെ അവിടെയുള്ള സർക്കിള് ഷെയ്ഡ് ചെയ്യത്തില്ല, ബിയുടെ അവിടെയുള്ള സർക്കിള് ഷെയ്ഡ് ചെയ്യും. അടുത്ത് ഹാഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ. ഡി ഈക്വൽ ദ സെറ്റ് ഓഫ് ആൾ എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി. ഇവിടെ ബിഗിനിങ് ലിമിറ്റായ എ വരും, പക്ഷേ എൻഡിങ് ലിമിറ്റായ ബി വരത്തില്ല. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ലൈൻസിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അവർ ഫസ്റ്റ് സർക്കിള് ഷെയ്ഡ് ചെയ്യും, സെക്കൻഡ് സർക്കിള് ഷെയ്ഡ് ചെയ്യത്തില്ല, കാരണം ബി വരത്തില്ല. അടുത്തത് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ കുറേയധികം സെറ്റുകളെ ഒരുമിച്ച് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സെറ്റ്. ഉദാഹരണത്തിന് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുത്താൽ അതിൻ്റെ സബ്സെറ്റായിട്ട് നാച്ചുറൽ നമ്പേഴ്സ് എഴുതാം, റേഷണൽ നമ്പേഴ്സ് എഴുതാം, ഓൾ നമ്പേഴ്സ് എഴുതാം, പ്രൈം നമ്പേഴ്സ് എഴുതാം, ഈവൻ നമ്പേഴ്സ് എഴുതാം, ഇൻറ്റീജേഴ്സ് എഴുതാം. നമുക്ക് കുറേ സെറ്റുകൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റായിട്ട് എഴുതാം. അങ്ങനെ ഈ കുറേ അധികം സെറ്റുകൾ ഒരുമിച്ച് ഉൾപ്പെടുത്തുന്ന ഒരു സെറ്റിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് എക്സർസൈസ് 1.3 നോക്കാം. മേക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബൈ ഫില്ലിംഗ് ഇൻ ദ സിമ്പിൾസ്. ഈസ് എ സബ്സെറ്റ് ഓഫ് ഓർ നോട്ട് എ സബ്സെറ്റ് ഓഫ് ഇൻ ദ ബ്ലാങ്ക് സ്പേസസ്. ഒന്നിൽ സബ്സെറ്റാണ്, 2, 3, 4 ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം എ ബി സി സബ്സെറ്റ് അല്ല, എ ഇല്ല. അടുത്തത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് 11 ഓഫ് യുവർ സ്കൂൾ സബ്സെറ്റാണ്. ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദ പ്ലെയിൻ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദ സെയിം പ്ലെയിൻ വിത്ത് റേഡിയസ് 1 യൂണിറ്റ് സബ്സെറ്റ് അല്ല. അടുത്ത അഞ്ചാമത്തത് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ റെക്റ്റാങ്കിൾ ഇൻ ദ പ്ലെയിൻ സബ്സെറ്റ് അല്ല. അടുത്ത ആറാമത്തെ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ട്രയാങ്കിൾ ഇൻ ദ സെയിം പ്ലെയിൻ സബ്സെറ്റാണ്. അടുത്ത ഏഴാമത്തെ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ സബ്സെറ്റാണ്. അടുത്ത സെറ്റ് എക്സാമിൻ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. ട്രൂ ഓർ ഫാൾസ് ആണെന്ന് എഴുതുക. ഒന്നാമത്തത് ദ സെറ്റ് എ ബി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി സി എ. ഫാൾസ് ആണ്, കാരണം അത് സബ്സെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ ദ സെറ്റ് എ ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ഓവൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഓവലാണ് എയും ഇയും, സബ്സെറ്റാണ്. അപ്പോൾ രണ്ടാമത്തത് ട്രൂ. അടുത്ത മൂന്നാമത്തെ ദ സെറ്റ് ഓഫ് ഓൾ 1, 2, 3 ഈസ് എ സബ്സെറ്റ് ഓഫ് 1, 3, 5. സബ്സെറ്റ് അല്ല, ഫാൾസ് ആണ്. കാരണം ഇതിൽ 2 ഇല്ല, അതുകൊണ്ട് അത് സബ്സെറ്റ് അല്ല, ഫാൾസ് ആണ്.
നാലാമത്തത് സെറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് എ ബി സി, അത് ട്രൂ ആണ്. നാലാമത്തത് ട്രൂ ആണ്. 5 സെറ്റ് എ ബിലോങ്സ് ടു എ ബി സി, ഇത് ഫാൾസ് ആണ്. ഈ സെറ്റ് എ ബിലോങ്സ് ടു ദ സെറ്റ് എ ബി സി എന്ന് പറയണമെങ്കിൽ ഈ രണ്ടാമത്തെ സെറ്റിൻ്റെ അകത്ത് ഒരു എലമെൻ്റായിട്ട് സെറ്റ് എ വേണം. ഈ സെറ്റിൻ്റെ അകത്ത് ഒരു എലമെൻ്റായിട്ട് സെറ്റ് എ, വെറും എ കിടന്നിട്ട് കാര്യമില്ല, സെറ്റ് എ തന്നെ വരണം. എങ്കിൽ ബിലോങ്സ് ടു എന്ന ട്രൂ കൊടുക്കാം. ഇതിപ്പോൾ ഫാൾസ് ആണ്. അടുത്ത ആറാമത്തത് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6നെക്കാട്ടിയും താഴെയുള്ള ഈവൻ നാച്ചുറൽ നമ്പർ. അപ്പോൾ 2 വരും 4 വരും. is a subset of the set of all x such that x is a natural number which divides 36. അപ്പോൾ 2 4 36നെ ഡിവൈഡ് ചെയ്യും, സബ്സെറ്റ് ആണ്. ആറാമത്തത് ട്രൂ ആണ്. ഇനി അടുത്ത് നമുക്ക് തേർഡ് സെറ്റിലോട്ട് പോകാം. ലെറ്റ് എ ഈക്വൽ സെറ്റ് 1 2 സെറ്റ് 3 4 5. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്? സെറ്റ് 3 4 ഈസ് എ സബ്സെറ്റ് ഓഫ് എ, സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെറ്റ് 3 4 സെറ്റ് എക്കകത്തുള്ളൊരു എലമെൻ്റാണ്. ഒരു എലമെൻറ്റിന് സ്വയം ഒരിക്കലും സബ്സെറ്റ് ആകാൻ കഴിയത്തില്ല. കറക്റ്റ് ഫോം ഈ രീതിയിൽ എഴുതിയിട്ടുള്ളതാണ്. അടുത്ത് സെറ്റ് 3 4 ബിലോങ്സ് ടു എ, അത് കറക്റ്റാണ്. അത് സെറ്റ് എക്കകത്തുള്ളൊരു എലമെൻ്റാണ് സെറ്റ് 3 4, അതുകൊണ്ട് സെറ്റ് 3 4 ബിലോങ്സ് ടു എ കറക്റ്റാണ്. അടുത്തത് സെറ്റ് 3 4 ഈസ് എ സബ്സെറ്റ് ഓഫ് എ, കറക്റ്റാണ്. 1 ബിലോങ്സ് ടു എ, കറക്റ്റാണ്. 1 ഈസ് എ സബ്സെറ്റ് ഓഫ് എ, ഇൻകറക്റ്റ്. 1 സെറ്റ് എയിലുള്ള ഒരു എലമെൻ്റാണ്. ആൻ എലമെൻറ്റ് ഇറ്റ് സെൽഫ് കാൺട്ട് ബിക്കം എ സബ്സെറ്റ്. കറക്റ്റ് ഫോം ഈ ഒരു രീതിയിൽ എഴുതിയിട്ടുള്ളതാണ്. സെറ്റ് 1 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അടുത്ത് സെറ്റ് 1 2 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ, കറക്റ്റാണ്. സെറ്റ് 1 2 5 ബിലോങ്സ് ടു എ, ഇൻകറക്റ്റാണ്. കാരണം സെറ്റ് 1 2 5 സെറ്റ് എക്കകത്തുള്ളൊരു എലമെൻ്റ് അല്ല. കറക്റ്റ് ഫോം എന്ന് വെച്ചാൽ 1 2 5 ബിലോങ്സ് ടു എ, ഇങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയേനെ. 8th ക്വസ്റ്റ്യൻ സെറ്റ് 1 2 3 ഈസ് എ സബ്സെറ്റ് ഓഫ് എ, ഇൻകറക്റ്റ്. 3 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഇൻ സെറ്റ് എ. സെറ്റ് എയിൽ 3 ഒരു എലമെൻ്റായിട്ട് കൊടുത്തിട്ടില്ല. null set belongs to A, incorrect. null set is not mentioned as an element in set A. set എക്കകത്തൊരു അകത്തുള്ള ഒരു എലമെൻ്റ് ആയിട്ട് null set അതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇൻകറക്റ്റ് ആണ്. null set is a subset of A, കറക്റ്റ് ആണ്. സെറ്റ് null set is a subset of A, ഇൻകറക്റ്റ് ആണ്. കാരണം സെറ്റ് null set indicates that null set is an element in set A, but in the question set A doesn't incorporate null set as an element. Correct form is null set is a subset of A. അവിടെ ആ ഒരു ബ്രേസസ് ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ സബ്സെറ്റ്സ് ഓഫ് ദ ഫോളോയിങ്. സെറ്റ് എ സെറ്റ്, അപ്പം നമ്പർ ഓഫ് സബ്സെറ്റ്സ് കണ്ടുപിടിക്കാനുള്ളൊരു ഫോർമുലയാണ് 2n. ഇവിടെ n എന്ന് പറയുമ്പോൾ ഒരു സെറ്റിൻ്റെ അകത്തുള്ള എലമെൻസിൻ്റെ എണ്ണം. അപ്പോൾ 2n ആണ് എത്ര സബ്സെറ്റ് ഒരു സെറ്റിന് വരുമെന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ഒന്നാമത്തത് സെറ്റ് എ, അതിൻ്റെ അകത്തുള്ള എലമെൻറ്റ് എ മാത്രമാണ്. അപ്പം 2n 2 അതായത് 2 സബ്സെറ്റാണുള്ളത്. അപ്പം നൾ സെറ്റും സെറ്റ് എയും. നൾ സെറ്റ് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ്. അടുത്ത് രണ്ടാമത്തത് സെറ്റ് എ ബി. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 2 ആണ്. അപ്പോൾ സബ്സെറ്റിൻ്റെ എണ്ണം കാണാൻ 2n 2 അതായത് 4. അപ്പം നൾ സെറ്റ് സെറ്റ് എ സെറ്റ് ബി സെറ്റ് എ ബി മൊത്തം 4 സബ്സെറ്റ് വരുന്നു. അടുത്ത് മൂന്നാമത്തത് സെറ്റ് 1 2 3. ഇവിടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 3, അപ്പോൾ 2 അപ്പം 8 സബ്സെറ്റ് വരണം. അടുത്ത നൾ സെറ്റ്. നൾ സെറ്റിന് നൾ സെറ്റ് മാത്രമേ സബ്സെറ്റ് ആയിട്ട്. ഇനി അഞ്ചാമത്തെ ചോദ്യം, റൈറ്റ് ദ ഫോളോയിങ് ആസ് ഇൻ്റർവെൽസ് ആയിട്ട് എഴുതാനുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കി എഴുതിയാൽ മതി. ആറാമത്തതാണെങ്കിൽ ഇൻ്റർവെൽസിനെ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് എഴുതേണ്ട, അതും ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട്, നോക്കി എഴുതിയാൽ മതി. ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം.
വാട്ട് യൂണിവേഴ്സൽ സെറ്റ്സ് വുഡ് യു പ്രപ്പോസ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്? ദ സെറ്റ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾസ്. അതിന് നമുക്ക് യൂണിവേഴ്സൽ സെറ്റായിട്ട് ദ സെറ്റ് ഓഫ് ട്രയാങ്കിൾസ്. അടുത്ത് ദ സെറ്റ് ഓഫ് ഐസോസലസ് ട്രയാങ്കിൾസ്. അതിനും സെറ്റ് ഓഫ് ട്രയാങ്കിൾസ് യൂണിവേഴ്സൽ സെറ്റായിട്ട് കൊടുക്കാം. എട്ടാമത്തത് ഗിവൺ ദ സെറ്റ്സ് എ ഈക്വൽ 1 3 5, ബി ഈക്വൽ 2 4 6, സി ഈക്വൽ സെറ്റ് 0 2 4 6 8. വിച്ച് ഓഫ് ദ ഫോളോയിങ് മേ ബി കൺസിഡർഡ് ആസ് യൂണിവേഴ്സൽ സെറ്റ് ഫോർ ആൾ 3 സെറ്റ്സ് എ ബി സി? ഇതിൽ മൂന്നാമത്തെ സെറ്റ് 0 1 2 3 4 5 6 7 8 9 10 അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം അതിൽ എല്ലാ എലമെൻസും വരുന്നുണ്ട്. അപ്പോൾ പാർട്ട് 3 ഇവിടെ അവസാനിക്കുന്നു. ഇനി പാർട്ട് 4 നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.